എല്ലാവർക്കും നമസ്കാരം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കോമഡി സിനിമ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കുറെ സീരിയസ് വേഷങ്ങൾ ഞാൻ ചെയ്തു. അങ്ങനെ ഇവിടെ മാർത്താണ്ഡ വിളിച്ചിട്ട് ഒരു കഥ പറയാൻ ബിനു വരുന്നുണ്ട്, ഒന്ന് കേട്ടു. ഞാൻ കേട്ടു ഞാൻ മാർത്താണ്ഡനെ വിളിച്ചു. മാർത്താണ്ഡൻ സൂപ്പർ, നന്നായിട്ടുണ്ട്. അതില് അവൻ ചെയ്യുന്ന വേഷം അപ്പൊ എന്നോട് പറഞ്ഞ ഏത് വേഷം എന്ന് പറയണ്ട എന്ന് പറഞ്ഞു. അവിടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, കഥ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബിനു പറഞ്ഞു, മാതാണ്ഡൻ പറഞ്ഞു അതിൽ ബാബുവിനാണ് ഹസ്ബൻഡിൽ ചെയ്യുന്നത്. ഞാൻ വെരി ഗുഡ്, അത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നിട്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോമഡി വേഷം. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത്തരം ചെയ്യുന്ന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അല്ല, ഇപ്പോഴത്തെ ആക്ട്രസുകൾ ചെയ്യുന്ന പാറ്റേണിലല്ല. എനിക്ക് വേണ്ടത് പഴയ സ്റ്റൈലില് അശോക് ചേട്ടനെയാണ്. പണ്ട് ഞാനും ദിലീപൊക്കെ കൂടി അഭിനയിച്ചിട്ടുള്ള ആ സ്റ്റൈലിൽ വേണം പ്രസന്റ് ചെയ്യാന്ന്. അപ്പൊ അതിപ്പോ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. പടത്തിന് ഷൂട്ടിങ്ങിന് വന്ന് മേക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു, അതെങ്ങനെയായിരിക്കും, കുഴപ്പമുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആ ഇഷ്ടം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പടം ഡബ് ചെയ്തപ്പോൾ ഭയങ്കര തിയേറ്ററിൽ നിന്നും എഡിറ്റുകളും എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്. ടോട്ടലി പടം ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു കുടുംബം പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു വലിയ ചെറിയ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇത് ചെറിയ വലിയ സിനിമയാണ്. അത്ര ഗംഭീരമായിട്ട് കോമഡിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്തൊരു പറയാൻ പറ്റാത്തൊരു കഥയുമുണ്ട്. ആ കഥയിലൂടെ അത് നീങ്ങുകയാണ് ഈ സിനിമ. ഇതെൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. പക്ഷെ ഇനി സിനിമ കാണുമ്പോൾ അതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യ കൊടുക്കാം. നമസ്കാരം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതലുള്ള ആൾക്കാരുടെ കൂടെ ഇപ്പൊ വിജയരാഘവൻ ചേട്ടനാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ഷാജു ചേട്ടൻ ഇവിടെയൊക്കെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതില് എന്നെ ഇതിലേക്ക് വിളിച്ച മാതാപൻ സാറാണെങ്കിലും അതുപോലെ ഹിരൺ ചേട്ടനാണെങ്കിലും ഒരു വലിയ ചാൻസ്. അതുകൂടാതെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനോദ് ശശിറാം അല്ല ഇപ്പോ അപ്പൊ വിനുവിനെ പല സമയത്തും പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടാറ്. അപ്പൊ വിനു ഞാൻ ഈ പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോ വിനു ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ആണെങ്കിലും നമുക്ക് നേരത്തെ പരിചയമുണ്ട്, അറിയാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സിനിമയില് ഇതുപോലെയുള്ള ലെജൻസിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അഭിനയിക്കുമ്പോൾ അശോകൻ ചേർന്നൊക്കെ തലേ ദിവസം സ്ക്രിപ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ട് അയ്യോ ഇന്നലെ ഞാനത് പ്ലാൻ ചെയ്തായിരുന്നു, ഇന്ന് ഇടാൻ മറന്നുപോയി, സാറില്ല അടുത്ത ഷോട്ടിൽ ഇടാം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ബോധം വേണം എന്നുള്ള കാര്യം ഇവരൊക്കെ ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അശോകൻ ചേട്ടനാണെങ്കിലും ഷാജൻ ചേട്ടനാണെങ്കിലും ജഗാമിലൊക്കെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ സിനിമ എല്ലാവിധ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും മനസ്സോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.